പക്ഷേ സീതമ്മയും പിന്നെ ഇവിടുത്തെ കൂട്ടേച്ചിയും കൂടി ഇവിടെ കുക്ക് ചെയ്യാറുണ്ട്. അറിയോ? ഇങ്ങോട്ട് വാ. ഇതാ ഞങ്ങളെല്ലാരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്ത് രസാ ഇതൊക്കെ. ഇതാ ഹാള്. ഇവിടെ ഇരുന്ന എല്ലാരും കാപ്പി കുടിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. എന്തൊരു വലിയ ഹോളാണല്ലേ. നിങ്ങൾ മോളിലുണ്ട്, ബാ കാണിച്ചു തരാം. സുബി, ഇത് ആരുടെ റൂമാ? നിന്റെ റൂമാണോ? ഇതൊക്കെ നിന്റെയാണോ? എല്ലാം എന്റെയാ. സുബി, അതെല്ലാം എന്റെയാ. നിന്റെയാണെന്ന് കള്ളം പറയാണോ? നീ ഒന്ന് പോയേ. ഇതെല്ലാം എന്റെയാ. നീ ഈ വീട്ടിലെത്തിയിട്ടും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന നിന്റെ സ്വഭാവം മാറിയില്ലേ തമ്പുരാട്ടി? നീ ഒന്ന് മിണ്ടായിരുന്നേ തമ്പാനെ. കാവേരി ചേച്ചി, നിങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വേണോ? ഒന്നും വേണ്ട, ഞങ്ങൾ പോട്ടെ. കാവേരി ചേച്ചി, അവിടുന്ന് വന്നിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഞാൻ കഴിച്ചോളാം സുബി. ശരി, ഞാൻ കൊണ്ടുവരാം. ഏയ്, ഇതെന്താ പഞ്ഞിക്കെട്ടാണോ? റാം സർ. ടീച്ചർ പറ. നിങ്ങളൊന്ന് പെട്ടെന്ന് സ്കൂളിലേക്ക് വരാമോ? എന്ത് പറ്റി? സിഹി ഇവിടെ എങ്ങും കാണുന്നില്ല. വാട്ട്? കാണുന്നില്ല എന്ന് പറഞ്ഞ? സർ, നിങ്ങൾ ദയവ് ചെയ്തു ഇങ്ങോട്ട് വരണം, ഇവിടുന്ന് സംസാരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ എത്താം. എടാ, മീറ്റിംഗ് പാതിയിൽ വെച്ച് നിർത്തിട്ട് വന്ന എന്തിനാ? എടാ, സിഹിയുടെ സ്കൂളിൽ നിന്ന് ടീച്ചറാ ഫോൺ ചെയ്തേ. സ്കൂളിൽ നിന്നോ? എന്താ പറഞ്ഞേ? മേമ സിഹിയെ സ്കൂളിൽ കാണുന്നില്ല എന്ന്. വാട്ട്? കാണുന്നില്ല എന്ന് പറഞ്ഞ എന്താടാ അർത്ഥം? ഐ ഹാവ് നോ ഐഡിയ അശോക. എനിക്കൊന്ന് സ്കൂളിൽ പോയി ചെക്ക് ചെയ്യണം. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട, നീ ഇവിടെ തന്നെ നിൽക്കേ. മേമ, ഞാനൊന്ന് സ്കൂളിൽ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ബൈ. അപ്പോ കെയർഫുൾ. ബഡിബംഗരമാന്റിയും കാണുന്നില്ല, രാം ദേശായും ഇല്ല. മൊത്തത്തില് വീട്ടിൽ ഒരാളും ഇല്ല. സുബി, നീ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്തെങ്കിലും ആലോചിച്ചോളാം. നിന്നോട് പറയണോ? നീ വെറുതെ ഓരോന്നും ചെയ്യല്ലേ, പിന്നെ ഇത് പ്രശ്നമായ എല്ലാരും കുടുങ്ങും കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
ജാക്കി ചേട്ടനും കുട്ടിലിംഗവും കാവേരി ചേച്ചിയും ഒക്കെ വീട് കാണാൻ വന്നില്ലേ? അവര് വീടൊക്കെ കാണട്ടെ. ഈ പണിക്കാരുണ്ടെങ്കിൽ അവർക്കൊന്നും കാണാൻ കഴിയില്ല, അതുകൊണ്ടാ അടച്ചേ. അയ്യോ സുബി, വിശ്വ അങ്കിൾ വീട്ടിൽ തന്നെയുണ്ട്, അത് കുഴപ്പമില്ല. അവരൊന്നും അറിയാൻ പോകുന്നില്ല, അവര് ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കുക. കാവേരി ചേച്ചി, ജാക്കി ചേട്ടാ, കുട്ടിലിംഗം, എല്ലാരും ഒന്ന് താഴത്തേക്ക് വായോ. ധൈര്യമായിട്ട് വാ, വീട്ടിലിപ്പോ ആരും ഇല്ല. വായോ. സുബി, ആരെങ്കിലും വന്നാലോ? വേണ്ട സുബി, ഓരോന്ന് ചെയ്തിട്ട് വെറുതെ പ്രശ്നമാവണ്ട. ഞങ്ങള് പോവാ. ഒരു കുഴപ്പമില്ല കാവേരി ചേച്ചി, ഇവിടെ ഞാനില്ലേ, നിങ്ങൾ വാ. ഇരിക്കേ കാവേരി ചേച്ചി. ജാക്കി ചേട്ടാ ഇരിക്കേ. കുട്ടിലെങ്കോ ഇരിക്കടാ. ചേച്ചി, വീട്ടിലിപ്പോ ആരുമില്ല, നമ്മുടെ സാമ്രാജ്യ. സന്തോഷായിട്ടിരിക്കേ. ആരെങ്കിലും വന്ന ഇവരെ കണ്ട പ്രശ്നാവില്ലേ? ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. വിട്. എന്താ നീ എന്ത് നോക്കാൻ വന്നാ? അതൊന്നുമില്ല കുട്ടിലിംഗം, ഞാൻ ഇപ്പൊ വരാം. ഇന്നാ കാവേരി ചേച്ചി. വേണ്ട സുബി, കഴിച്ച കുഴപ്പമില്ല. ജഗ്ഗി ചേട്ടാ ഇന്നാ. കുട്ടിലിംഗം ഇതാ. ആഹാ, ലെജൻ ലെജൻ ലെജൻ. പതുക്കെ കളിക്ക്, പതുക്കെ കളിക്ക്. കാവേരി ചേച്ചി, ഐസ്ക്രീം എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ സന്തോഷായിട്ട് കഴിക്കേ. നിക്ക്, ഫ്രൂട്ട്സ് കൊണ്ടുവരാം. എടുത്തോ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ആ, അടിച്ചോ അടിച്ചോ. എന്തിനാടാ? എടാ കുട്ടിലിംഗ, നിനക്കെന്താ അടങ്ങിയിരിക്കാൻ പറ്റില്ലേടാ? എന്തിനാ അത് പൊട്ടിച്ചേ? എന്ത് ഭംഗിയായിരുന്നു. സോറി സുബി, അറിയാതെ വീണു പോയതാ. അത് കുഴപ്പമില്ല കുട്ടിലിംഗം. കുട്ടിലിംഗം മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. നീ ആഘോഷിക്കൂ കുട്ടിലിംഗം. മിസ്റ്റർ റാം, സിഹി എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അവളുടെ ബാഗ് അവളുടെ ക്ലാസ് റൂമിൽ തന്നെ വെച്ചിട്ട് ആരോടും പറയാതെ എങ്ങോട്ടോ പോയി. ഓ മൈ ഗോഡ്, അപ്പൊ എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയില്ലേ? അനികിതനോട് അവളൊന്നും പറഞ്ഞില്ല. അവളുടെ ബാഗ് ക്ലാസ് റൂമിൽ വെച്ചിട്ടാ പോയത്. ഞങ്ങൾ സ്കൂളിന്റെ പരിസരത്തൊക്കെ അന്വേഷിച്ചു, അവളെ കാണുന്നില്ല.
ചിലപ്പോ അവള് വീട്ടിലേക്ക് പോയി കാണുമെന്ന് തോന്നുന്നു. പിന്നെ മിസ്റ്റർ റാം, ഞാനിങ്ങനെ പറയുന്നോണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. സിഹി ഇപ്പൊ ആദ്യത്തെ പോലെയല്ല, അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. ആക്സിഡന്റിന് ശേഷം അവൾക്ക് നല്ല മറവിയുണ്ട്. ഞാൻ എടുക്കുന്ന ലെസൺസ് ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരം തരാൻ പറ്റുന്നില്ല. എഴുതാൻ പറഞ്ഞിട്ട് എഴുതുന്നുമില്ല. സോ ഈ വർഷം അവൾക്ക് ഹോം ട്യൂഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് ഇയർ ഒരു ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വൈ ഡോണ്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ടീച്ചർ, എന്റെ മകൾ ഇപ്പൊ എങ്ങോട്ടാ പോയെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കാൻ ഞാൻ. ഇതൊക്കെ ഇപ്പൊ തന്നെ സംസാരിക്കണം, പിന്നെ എപ്പോഴെങ്കിലും സംസാരിച്ചാ പോരെ? എനിക്ക് എന്റെ സുബിയെ കാണണം. ഐ മീൻ, എന്റെ സിഹി എവിടെയാന്ന് എനിക്ക് ഇപ്പൊ അറിഞ്ഞേ പറ്റൂ. ഞാനിപ്പോ സീതയെ വിളിച്ച വെറുതെ അവളും ടെൻഷനാവും. ആദ്യം സുബി എവിടെയാന്ന് അറിയട്ടെ. അനുമോനെ വാടാ. ഇനി എന്ത് ചെയ്യും ബ്രോ? സിഹി എവിടെ അന്വേഷിക്കും? അവൾ എവിടെ പോവാൻ? ഇവിടെ തന്നെ ഉണ്ടാവും. മോൻ ബാഗിന്താ, കാറിക്കര. ആ ഏയ്, കുട്ടിലിംഗം, സുബി, അവനൊന്ന് കൊടുക്ക് സുബി, കൊടുക്ക്. സുബി, ഹേയ്. കുട്ടിലിംഗം. എന്തായി കാണിക്കുന്നത്? എൻജോയ് ചെയ്യ്, കളിക്കടാ, കളിക്ക് നന്നായിട്ട് കളിക്ക്. കുട്ടിലിംഗം, നിക്ക്, ഞാൻ വെള്ളം കൊണ്ടുവരാമേ. അടിച്ചോ, ഫ്രീ ഹിറ്റാ. കുട്ടിലിംഗം, എന്നാ വെള്ളം കുടിക്ക്. വെള്ളം വേണ്ട, ഞാൻ ഇത് കഴിച്ചോളാം. കുട്ടിലിംഗം, എന്നെ കളി തുടർന്നാലോ? പിടിക്കവനെ. പിടിക്കവനെ.
എന്താ ഇതൊക്കെ? എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നത്? ആരോട് പറയേണ്ട? സ്കൂളിൽ നിന്ന് വന്നിട്ട് വീടാക്കി വെച്ചിരിക്കുന്ന കോല കണ്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ട് നീ ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് തോന്നുന്നില്ല. വേറെ ആരൊക്കെ നിന്റെ കൂടെയുള്ളേ? ആരുമില്ല. കള്ളം പറയുന്നോ? മേമ, കുട്ടികൾ കളിക്കുമ്പോ ഇതൊക്കെ സാധാരണയല്ലേ? നിങ്ങൾ അവളെ വഴക്ക് പറഞ്ഞപ്പോ അവൾ അശോക്, നീ ഇതിൽ ഇടപെടണ്ട. സ്റ്റേ ഔട്ട് ഓഫ് ഇറ്റ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവൾ ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് തോന്നുന്നില്ല. വിശ്വാ, വിശ്വാ, ഫ്രീ ഹിറ്റിൽ 6. സൂപ്പർ, അടിപൊളിയടാ. ഇവനിത് എവിടെ പോയി? ഭാർഗവ്, നീ ഇതെവിടെയാ? റൂമിൽ തന്നെ ഉണ്ടടാ. മാച്ച് കണ്ടോണ്ടിരിക്കുക, ലെജൻഡ് മാച്ച്. ഇറങ്ങി വാ ഇങ്ങോട്ട്. അതാ വരുന്നു ഭാർഗവ്. ഭാർഗവ്, ലെജൻഡ്സ് ക്രിക്കറ്റ് കാണുമായിരുന്നു. ഇന്ത്യ ജയിച്ചടി. യാ, ഇതെന്താ ഭാർഗവ്, നീ എന്തിനാ വീടിങ്ങനെ അലങ്കോലാക്കിയിട്ടെ? ഇത് നീ ചെയ്തതാവില്ല. അശോക, ആരെവിടെ വന്നത്? വീട്ടിലേക്കൊരു അത് പിന്നെ എനിക്കറിയില്ല ഭാർഗവ്. പിന്നെ എന്താ നിനക്ക് ഇവിടെ പണി? ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ. വീട്ടിൽ എന്താ നടക്കുന്ന, ആരാ വന്നത്, ആരാ പോയത്, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. നാശം. ജോലിക്കാരെവിടെ? ശ്വേത, ഗീത. അല്ല ഭാർഗവ്, വീട്ടിലേക്ക് പിന്നെ വേറെ ആര് വരാനാ? ആരോ വന്നിട്ടുണ്ട്, നോക്ക്. അഞ്ജനയ, സുബിയുടെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കല്ലേ പ്ലീസ്. പ്ലീസ് അഞ്ജനയ. അയ്യോ, അപ്പൊ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. നീ ഇപ്പൊ എന്താ ചെയ്യാ? ചെറിയ ആരും വന്നതായിരിക്കില്ല. സിഹി കളിക്കിടയിൽ ഇങ്ങനെ ചെയ്തതായിരിക്കും അല്ലേ സിഹി? ഓഹോ, ലിറ്റിൽ ചാം, നീ ചെയ്താണിത്. ഓ സൂപ്പർ. സിഹി, നിന്നെ സ്കൂളിൽ കാണുന്നില്ലെന്നും പറഞ്ഞ് മാഡം വിളിച്ചിരുന്നു റാമിനെ. അവൻ ടെൻഷൻ അടിച്ചിട്ട് സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അവനെ ഒന്ന് വിളിച്ച് നീ ഇവിടെ ഉണ്ടെന്ന് പറയാം. അശോക, എടാ, സിഹി വീട്ടിലെത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ആണോ? ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ.
വിശ്വ, മുകളിലൊക്കെ ഒന്ന് നോക്ക്, ആരെങ്കിലും ഉണ്ടോന്ന്. മോളിലോ? മോളിലോ? ആ